നീ എവിടുന്നാ? എടാ നീ എവിടുന്നാ? ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ ആകെ തീ പിടിച്ച അവസ്ഥയിലാ. സംഗീതം അറിയന്തോറും അകലം കൂടുന്ന മഹാസാഗരം. प्रेम की है ये आग सजनी जो इधर लगे और उधर सजे तेरी पीती पे बड़ा हम नाज है मेरी सर का तू ही तर ताज है क्यों चुप ना सकेगा परमात्मा मेरी आत्मा की ये आवाज़ है. എടാ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. जफरों की जिंदगी जो कभी नहीं खत्म हो जाती है. शंभो महादेवा. ഒരു നാടാകെ എന്തു ചെയ്യും വയനാട്ടുകാരെന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യത്തിൽ എങ്ങനെ അവർ രാത്രി തള്ളി നിൽക്കുമെന്ന് നമ്മളൊക്കെയും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിയുടെ ഈ ഗാനാലാപനം എന്നുള്ളതാണ്. മന്ത്രിമാരൊക്കെ പാട്ടുപാടുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, അവർക്ക് അതൊക്കെ വേണം. പക്ഷേ അതേ സമയത്ത് എന്തുകൊണ്ട് വയനാട്ടിലേക്ക് മന്ത്രി എത്തണം, കളക്ടർ എത്തി ഞങ്ങൾക്ക് മുൻപിൽ മറുപടി പറയണം, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എത്ര പേരുടെ ജീവൻ ഇനിയും നഷ്ടമാകണം, എത്ര പേർ ഇനിയും മരിക്കണം, എത്ര പേർ ഇനിയും കൊല്ലപ്പെടണം എന്നൊക്കെ ചോദിക്കുന്ന അതേ മനുഷ്യന്മാർക്ക് മുൻപിലേക്കാണ് ഈ പാട്ടുകൂടി എത്തുന്നുള്ളത്. മന്ത്രിയും സർക്കാരും ഒക്കെ ഒന്ന് ഓർത്താൽ നിന്ന്. അയ്യോ, ആരും മന്ത്രിയെ കുറ്റം പറയല്ലേ. അദ്ദേഹം ഇത് പാടിയതല്ല, പുലിയോട് അപേക്ഷിച്ചതാണ്. എങ്ങനെയെന്നല്ലേ? പ്രേമത്തിൻ്റെ തീയാകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്പർശനം എവിടെ ഏൽക്കുന്നുവോ അവിടം ശോഭാലങ്കൃതമാകും. നിന്റെ പ്രേമ പങ്കാളിയായതിൽ എനിക്കുള്ള അഭിമാനം വളരെ വലുതാണ്. അലഞ്ഞുതിരിയുന്ന എൻ്റെ മനസ്സ് രജത കിരീടം ചൂടി നിൽക്കുന്നു. എന്തിന് പരമാത്മാവിൽ നിന്ന് ഒളിച്ചു വയ്ക്കണം? ഇതെൻ്റെ ആത്മാവിൻ്റെ ശബ്ദമാണെന്ന്. ഇതാണ് അദ്ദേഹം പുലിയോട് പറഞ്ഞത്. അത് ഗാനമായിട്ട് ഒന്നുകൂടെ കേൾക്കാം. प्रेम की है ये आग सजनी जो इधर लगे और उधर सजे तेरी पीती पे बड़ा हम नाज है मेरी सर का तू ही तर ताज है क्यों चुप ना सकेगा परमात्मा मेरी आत्मा की ये आवाज़ है. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ